ഗൈസ് ഈ റാപ്പേഴ്സിനൊക്കെ ഇത് എന്ത് പറ്റി? ഒരു സൈഡിലാണെങ്കിൽ Go do that at your house and sit quietly. Get on my head. What you want, my lady? ഇനിയിപ്പോൾ മറ്റേ സൈഡിലാണെങ്കിലോ ഇത് ചേച്ചിക്ക് വേറെ എവിടെ പോവാൻ മുട്ടിയിട്ട് പറഞ്ഞ പോലെ ഉണ്ട്. ഇനിയിപ്പോൾ അതൊന്നും അല്ലാണ്ട് ഇപ്പോൾ ഒരാൾ ഏറെ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. മലബാർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും തിരിയാത്ത സാധനമാണ്. ഒരു സൈഡിലും കെടുക്കാൻ കഴിയില്ല. അല്ലാ ഇന്ത്യ ഉമ്മി ഉമ്മി മലബാർ. ഇനിയിപ്പോൾ ഇതൊന്നും കൂടാതെ വേറൊരാളും കൂടി ഉണ്ട്. അത് ഞാൻ ഇടയിൽ കാണിച്ചു തരാം. സോ നമുക്ക് ഇവർക്കൊക്കെ ഇപ്പോൾ എന്താ പറ്റിക്കൊണ്ടിരിക്കണമെന്ന് നോക്കാം. ഹേ ഗൈസ്, ജോ ഹിയർ, വെൽക്കം ബാക്ക് ടു ജോ വോയേജ്. നമ്മൾ ആദ്യം കണ്ട ക്ലിപ്പില്ലേ, അതിനെ പച്ച മലയാളത്തിൽ കഴപ്പ് എന്ന് പറയും. കാരണം നമ്മൾ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ട് ഒരുപാട് ഇൻ്റർവ്യൂസിലൊക്കെ പോയിട്ട് തെറി അഭിഷേകം നടത്തുന്നത്. അതിൻ്റെ പേരിൽ ഒരുപാട് ഇഷ്യൂസും ഉണ്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. ഇനിയിപ്പോൾ നമ്മൾ ഗൗരി ലക്ഷ്മിയുടെ കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കിഡിലൻ സിംഗറാണ്. മറ്റേ അജിതാഹര എന്നൊക്കെ പറഞ്ഞുള്ള പാട്ടുണ്ടല്ലോ, അതൊക്കെ വേറെ ലെവൽ സാധനം. എവിടെ മുതൽ ഹെയ്റ്റ് വരാൻ തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ പാട്ടുണ്ടല്ലോ, എൻ്റെ പേര് പെണ്ണ്. അവിടെ മുതൽ ആ പാട്ട് പാടിയ മുതൽ ചേച്ചി കുറച്ച് ഇങ്ങനെ ഏറെ കയറിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പേര് അതിപ്പോൾ എന്തായാലും പിന്നെ മറ്റേ ആ സ്റ്റേജ് കയറിയിട്ട് ആ ടീഷർട്ട് ഊരിയിട്ട് ഇങ്ങനെ കാണിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അതൊന്നും കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതിൻ്റെ പേരിലൊക്കെ കുറേ ഹെയ്റ്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് പാട്ടിനെ പറ്റിയിട്ട് പ്രത്യേകിച്ചൊന്നും പറയാനൊന്നും പറ്റില്ല. കാരണം അതിൻ്റെ റിയൽ സിംഗർ പാടുന്ന പോലെയൊന്നും ഇവർ പാടിക്കഴിഞ്ഞാൽ വരില്ല. പിന്നെ ആ സ്റ്റേജ് പെർഫോമൻസ് അല്ലേ, പിന്നെ അതിൽ ആ ഒരു എനർജിയും ആ ഒരു വൈബിൽ പാടുമ്പോൾ അത് അത്രത്തോളം ഇതായിന്ന് വരില്ല. അപ്പോൾ അത് നമുക്ക് കുറ്റം പറയാനൊന്നും പറ്റില്ല. പക്ഷേ ട്രോളുകാർ അതൊരു ട്രോൾ മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെന്ന് മാത്രം. ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാലോ, ഡബ്സി നല്ലൊരു കിഡിലൻ റാപ്പറാണ്. മലയാളത്തിലെ ടോപ്പിൽ നിൽക്കുന്ന ഒരാളെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ സാധാരണ ഡബ്സി പെർഫോം ചെയ്യുമ്പോൾ ഈ മലബാർ ഈ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇടും. പിന്നെ അതല്ലാതെ നമ്മളിങ്ങനെ ആ ഒരു മൂഡിക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കയ്യിൽ നിന്ന് കുറേ സംഭവങ്ങൾ അവരിടും. പക്ഷേ ഇതിൽ ഇത്തിരി എന്നൊക്കെ കൂടിപ്പോയി. സംഭവം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പൈസയും കൊടുത്തിട്ട് ഇവർ കറക്റ്റ് പറഞ്ഞ സമയത്തൊന്നല്ല പരിപാടി നടത്തുക. അപ്പോൾ നമ്മൾ അത്രയും നേരം വെയിറ്റ് ചെയ്തിട്ട് ഈ സംഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ ആർക്കായാലും ദേഷ്യം വരും. ഈ എന്നൊക്കെ ആ ഒരു സമയത്ത് വന്ന് പറയുമ്പോൾ അവിടെയുള്ള എല്ലാവർക്കും അറിയാമല്ലോ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. അത്രയും വെയിറ്റ് ചെയ്ത് നമ്മൾ ഈ ഒരു സംഭവം കാണുമ്പോൾ. പക്ഷേ ഇതിൽ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് അറിയുമോ? ഈ പരിപാടി എവിടെ നടന്നത്, എന്താ സംഭവം എന്നൊന്നും ആൾക്കാർക്ക് അറിയില്ല. എന്നിട്ട് വെറും ഒരു 30 സെക്കൻഡിൻ്റെ റീല് കണ്ടിട്ട് അതിൻ്റെ അടിയിൽ ഇങ്ങനെ കടന്ന് കുരയ്ക്കുക കുറേ നല്ലവരായ ഉണ്ടെങ്കിൽ. ഈ കമൻറ്റ് ഇങ്ങനെ എന്താ സംഭവം ഒന്നും കൂടി നേരമാണ് അറിയില്ല. ഈ ഒരു 30 സെക്കൻഡ് അല്ലല്ലോ ഒരു പരിപാടി ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് അവർ പെർഫോം ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ അവർക്കറിയാം, കണ്ട ആൾക്കാർക്ക് അറിയാം. ഇതിങ്ങനെ കണ്ടിട്ട് കടന്നിങ്ങനെ കുരയ്ക്കണം അതിൻ്റെ അടിയിൽ. എന്താ ആവശ്യമുണ്ട് ഇതിൻ്റെയൊക്കെ? നേരിട്ട് അത് കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാർക്ക് ഇത്രയും പ്രശ്നമില്ല. ഈ റീലിൽ 30 സെക്കൻഡും കണ്ടിട്ട് അത് കണ്ട ആൾക്കാർക്കാണ് ഇത്രയും വലിയ കടി. എന്തല്ലേ. ഇപ്പം നമ്മൾ ഡബ്സിയുടെ അക്കൗണ്ട് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലോ, അതിൽ ഒരുപാട് കമൻറ്റ്സ് ഉണ്ടാവും ഇങ്ങനെ ഡ്ർ എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ തന്നെ കണ്ടിട്ട് എത്ര നേരം ചിരിച്ചെന്നറിയോ. കാരണം അതിൽ ഇങ്ങനത്തെ കമൻറ്റ്സ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതൊക്കെ നമുക്കൊരു ഫണ്ണിയായിട്ട് എടുക്കാം. പക്ഷേ ഇതിൽ കൂടുതൽ നമ്മളെ പേഴ്സണലായിട്ട് അറ്റാക്ക് ചെയ്യണ കുറേ ആൾക്കാരുണ്ട്. നമ്മുടെ ഫാമിലീനെ പറയുക. അതേമാതിരി മലപ്പുറം എന്ന് പറയുന്നുണ്ടല്ലോ, മലപ്പുറം കാരണം എന്നൊക്കെ പറയുകയാണെങ്കിൽ മലപ്പുറം ഒരു നാടിനെ വരെ കളിയാക്കുന്ന ആൾക്കാരുണ്ട്. എന്താ ആവശ്യമുണ്ട് ഇതൊക്കെ? ഈ നമ്മളൊരു മലയാളികളുടെ പ്രശ്നം എന്താണെന്നറിയോ? അതായത് നമ്മളൊരാളിങ്ങനെ നമ്മൾ തന്നെ അങ്ങനെ പൊക്കിക്കൊണ്ടുവരും. എന്നിട്ട് നമ്മൾ ചെറിയൊരു പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ അവിടെ നേരെ എടുത്ത് നമ്മൾ കൊക്കയൊക്കെ തള്ളിയിടില്ലേ, അതേപോലെ ഒരു തള്ളിയിടില്ല. മലയാളി എന്നല്ല, മനുഷ്യൻ്റെ ഒരു പ്രശ്നമാണത്. ഡബ്സി ഉണ്ടല്ലോ, ജനുവരിയിൽ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു. അതായത് ഒരു ബ്രേക്ക് എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. ആ ടൈമിൽ ഒരു ബ്രേക്ക് എടുത്താൽ മതിയായിരുന്നു, എന്നാൽ പിന്നെ ഇങ്ങനെ ഒരു ഇഷ്യൂ വരില്ലായിരുന്നു. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, മനുഷ്യനാണല്ലോ, നമുക്ക് മിസ്റ്റേക്സ് പറ്റും, സ്വാഭാവികം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡബ്സിയുടെ പരിപാടി നടക്കുന്നത് UAE-യിലാണ്. ദുബായിൽ എവിടെ വെച്ചിട്ടാണ് ഈ ഒരു പരിപാടി നടക്കുന്നത്. പക്ഷേ നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ടാവും ഇൻസ്റ്റാഗ്രാമിൽ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്. അതായത് ഒരു കാറ് തടഞ്ഞിട്ട് പൈസ വാങ്ങിയിട്ട് MDMA ഒക്കെ അടിച്ചിട്ട് ഒരു പാട്ട് പോലും നേരവണ്ണം പാടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു റീൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്.
അതിൻ്റെ കമൻസിൽ എല്ലാവരും പറയുന്നത് അത് ഡെപ്സിയാണ്, ആ കാറിൻ്റെ ഉള്ളിൽ ഡെപ്സിയാണ് അങ്ങനെ ചെയ്തതെന്നൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ നമ്മുടെ സൊസൈറ്റി. വേറൊരു റീല് കണ്ടിട്ടാണ് നമ്മൾ ഒരാളെ ജഡ്ജ് ചെയ്യുന്നത്. ആ കാറിൻ്റെ ഉള്ളിൽ ആരാന്ന് പോലും അറിയാതെ എല്ലാവരും പറയുന്നത് ഡെബ്സിയാണെന്ന്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ബേബി ജീനാണ്. ബേബി ജീൻ്റെ അക്കൗണ്ടിൽ അതിൻ്റെ പ്രൂഫ് വരെ ഇട്ടിട്ടുണ്ട്. എന്തൊരു ചീപ്പാണല്ലേ. സത്യാവസ്ഥ എന്താണെന്ന് പോലും അറിയാതെ ഓരോ റീല് കണ്ടിട്ട് അതിൻ്റെ അടിയിൽ ഇങ്ങനെ ഓരോ വൃത്തിയായിട്ട കമൻറ്റ് ഇടുന്ന ഓരോ ഡാഷുകളുണ്ടല്ലോ. എന്ത് പറയാനാണ് ഇവരൊക്കെ. ഇവരൊക്കെയാണ് നമ്മുടെ സൊസൈറ്റിയുടെ ശാപം. ഈ കമൻറ്റ് ബോക്സിൽ കിടന്ന് കുരക്കണവന്മാരൊക്കെ ഉണ്ടല്ലോ, ഇവരൊക്കെ ആരെങ്കിലും ഒരാളെ ലൈഫ് പെർഫോമൻസ് പോയി കാണട്ടെ, എന്നിട്ട് പറയും. അല്ലാതെ ഒരാളിങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ അവനെ കടിച്ച് കീറല്ല വേണ്ടത്. നാളെ ചിലപ്പോൾ നമുക്ക് ഇതുപോലൊരു സിറ്റുവേഷൻ വരും. അപ്പോഴും ഈ കമൻറ്റ് ബോക്സിൽ കിടന്ന് കുരക്കണ ഈ ഡാഷുകളുണ്ടല്ലോ, ഇവന്മാർ ഇങ്ങനെ തന്നെ കുറച്ചുകൊണ്ട് തന്നെ ഇരിക്കും. എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പിന്നെ കുറച്ച് പേർക്കെങ്കിലും അറിയാത്തൊരു സംഭവമുണ്ട്. എന്താണെന്നറിയോ, ഈ ഗാനമേള നാടൻപാട്ടൊക്കെ പോലെയാണ് ഈ റാപ്പ് പെർഫോം ചെയ്യുക എന്നുള്ളത്. അങ്ങനെയല്ല. ഈ റാപ്പ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ പാട്ട് തന്നെ അവർ ഓൾറെഡി റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് അത് പ്ലേ ചെയ്തിട്ട് അതിൻ്റെ ഒപ്പം ആക്ട് ചെയ്യുകയാണ് ചെയ്യുക. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പാട്ടുണ്ടാവും. അവർ സ്റ്റേജിൽ കയറിയിട്ട് ഇങ്ങനെ ആ പാട്ട് ഇങ്ങനെ പാടണമെങ്കിൽ പാടുണ്ടാവും. പക്ഷേ നമ്മൾ കേൾക്കണ പാട്ട് അവർ ഒറിജിനലായിട്ട് പാടണമല്ല, അത് അവർ ഓൾറെഡി പാടി വെച്ച പാട്ടുകളായിരിക്കും. നമ്മൾ അവരെ പാട്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. പക്ഷേ ഉണ്ടല്ലോ ഇതിനോട് വലിയ താല്പര്യമില്ല. കാരണം നമ്മൾ കാണാൻ പോകുന്നത് ലൈവായിട്ടുള്ള അവരെ പെർഫോമൻസ് അല്ലേ. അപ്പോൾ അവർ ഓൾറെഡി ഇങ്ങനെ റെക്കോർഡ് ചെയ്തിട്ടുള്ള ഈ സാധനം ഇങ്ങനെ പ്ലേ ചെയ്തിട്ട് അതിൻ്റെ ഒപ്പം ആക്ട് ചെയ്യുമെന്ന് പറയുമ്പോൾ എന്തോ അതൊരു അത്ര ഒരു ഇതല്ല. പക്ഷേ അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഹൈ എനർജിയിൽ ഹൈ വോൾട്ടേജിൽ പാടുമ്പോൾ ആ ഒരു പാട്ടിൻ്റെ ഫ്ലോ അങ്ങനെ പോവും. അതിനൊക്കെ വേണ്ടി പിന്നെ അത്രയും എനർജി അവർക്ക് വേണമല്ലോ. അതിനൊക്കെ വേണ്ടിയിട്ടാണ് അവർ റെക്കോർഡ് ചെയ്തിട്ട് പാടുന്നത്. നമ്മൾ കേൾക്കാൻ ഉദ്ദേശിച്ച പാട്ട് പോലെ ആയിരിക്കില്ല ചിലപ്പോൾ അവർ ലൈവ് പെർഫോമൻസ് ചെയ്യുമ്പോൾ. ആ പാട്ടിൻ്റെ ഫ്ലോയേ പോവും. പക്ഷേ എല്ലാവരും അല്ല കേട്ടോ, ചിലവരൊക്കെ ലൈവായിട്ട് പെർഫോം ചെയ്യുന്ന ആൾക്കാരുണ്ട്. എല്ലാവരും ഒന്നുമില്ല. പക്ഷേ കൂടുതൽ ആൾക്കാർ ഇങ്ങനെയാണ് ചെയ്യുക. കാരണം റെക്കോർഡ് ചെയ്തിട്ട് അതിൻ്റെ ഒപ്പം ഇങ്ങനെ ഒരു ആക്ട് ചെയ്യണ പോലെയാണ് എല്ലാവരും ചെയ്യുക. എന്തായാലും എയർ കരിയറൊക്കെ താഴെ വരട്ടെ. ഇനിയും ഇതുപോലെ നല്ല നല്ല റാപ്പുകൾ ഉണ്ടാക്കാൻ പറ്റട്ടെ. എന്തായാലും നമുക്ക് നല്ല തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ ഓക്കെ, ബൈ.